പൃഥ്വിരാജ് നായകനായ ആടുജീവിതം വിസ്മയ ചിത്രമായി മാറിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ പൃഥ്വിരാജിന്റെ ആടുജീവിതം 150 കോടി ക്ലബിലെത്തിയിട്ടുണ്ട്. ആടുജീവിതത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം കണക്കിലെടുത്താലും വൻ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ 75 കോടി ക്ലബിലെത്തിയിരിക്കുകയാണ് പൃഥ്വിരാജ് നായകനായ ആടുജീവിതം. കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കളക്ഷനിൽ പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിന് മുന്നിൽ പുലിമുരുകനും 2018 മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മലയാളത്തിൽ നിന്ന് എക്കാലത്തെയും ആഗോള കളക്ഷനിൽ മുന്നിലുള്ള മഞ്ഞുമൽ ബോയ്സിനെ അടക്കം മറികടന്നാണ് കേരള ബോക്സ് ഓഫീസ് ആടുജീവിതത്തിന്റെ മുന്നേറ്റം. ആടുജീവിതത്തിന് തൊട്ടു പിന്നിലുള്ള ബാഹുബലി 2ന്റെ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ 72.60 കോടി രൂപയാണ്. കേരളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള 2018ന്റെ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ 89.20 കോടി രൂപയും രണ്ടാം സ്ഥാനത്തുള്ള പുലിമുരുകൻ 80.25 കോടി രൂപയുമാണ് നേടിയത്. കേരളത്തിൽ ആറാമത് KGF 2 ആണ്. KGF ചാപ്റ്റർ 2 68.25 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം നേടിയതെങ്കിലും അന്യഭാഷയിൽ നിന്ന് എത്തിയത് കണക്കിലെടുക്കുമ്പോൾ ഇത് വമ്പൻ വിജയവുമാണ്. ഏഴാം സ്ഥാനത്തുള്ള ലൂസിഫർ ആകട്ടെ 66.10 കോടി രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടിയിരുന്നത്. തൊട്ടു പിന്നിലുള്ള പ്രേമലു കേരളത്തിൽ 62.75 കോടി രൂപ നേടി വമ്പന്മാരെ ഞെട്ടിക്കുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. ഒമ്പതാമത് വിജയുടെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ ലിയോയാണ്. ആഗോളതലത്തിൽ ലിയോ ഏതാണ്ട് 620 കോടി രൂപ നേടിയപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം 60.10 കോടി രൂപ നേടിയിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ തമിഴ് ചിത്രം നേടുന്ന എക്കാലത്തെയും കണക്കിലും ഉയർന്ന കളക്ഷൻ ലിയോയുടെ പേരിലാണ്. രജനീകാന്തിന്റെ ജയിലർ ആകെ 57.70 കോടി രൂപയുമായി കേരളത്തിൽ നിന്ന് മാത്രമായി 10ാം സ്ഥാനത്തുണ്ട്.